മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ലോകം കണ്ട വിശ്വവിഖ്യാത പണ്ഡിതനാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ ഉടമയാണ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ആ ഗസാലി ഇമാമിന്റെ പിതാവ് ഒരു നെയ്ത്തുകാരനായിരുന്നു. പാവപ്പെട്ട ഒരു നെയ്ത്ത് തൊഴിലാക്കി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരനായിരുന്നു ഗസാലി ഇമാമിന്റെ പിതാവ്. അങ്ങനെ അദ്ദേഹം ദീനിനോട് വലിയ കൂറുള്ള ആളായിരുന്നു. എപ്പോഴും വിജ്ഞാനം പഠിക്കാൻ വേണ്ടിയിട്ട് അറിവിന്റെ വാതായനങ്ങൾ മലർക്കെ തുറക്കപ്പെടുമ്പോൾ അറിവാളന്മാരുടെ അടുക്കിൽ ചെന്നുകൊണ്ട് വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരത്തിന്റെ വാതായനങ്ങളിൽ നിന്ന് നിർഗമിക്കുന്ന വിജ്ഞാനത്തിന്റെ മധു നുകരാൻ വേണ്ടി ഒരു അന്വേഷണ കുതുകിയായിരുന്ന അറിവ് തേടി നടന്ന വ്യക്തിയായിരുന്ന ഗസാലി ഇമാമിന്റെ പിതാവ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ സദസ്സിൽ പോയിരിക്കുമായിരുന്നു. അങ്ങനെ ഫിഖ്ഹിന്റെ പാഠങ്ങൾ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഗസാലി ഇമാമിന്റെ പിതാവ് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ, എന്റെ മക്കളെ നീ ഇതുപോലെയുള്ള ഒരു പണ്ഡിതനാക്കണേ റബ്ബേ, കർമ്മശാസ്ത്ര പണ്ഡിതനാക്കണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ആത്മീയ ഗുരുക്കന്മാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് വിജ്ഞാനം നുകരുമ്പോൾ, നല്ല നല്ല ചരിത്രങ്ങൾ കേൾക്കുന്ന സമയത്ത്, തന്റെ കണ്ണുകളിൽ നിന്നുകൊണ്ട് അശ്രുകണങ്ങൾ പൊഴിയുന്ന സമയത്ത്, കണ്ണീരോടുകൂടി തപിക്കുന്ന ഹൃദയത്തോടെ വിതുമ്പുന്ന മനസ്സോടുകൂടി അദ്ദേഹം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ, എൻ്റെ ഒരു സന്താനത്തെ ഇതുപോലെ ജനങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന ഉപദേശം നൽകുന്ന ഒരു ആത്മീയ ഉപദേശിയാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ഫസ്തജാബു ദഅവതി, അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയാണ്. ഗസാലി ഇമാം വലിയ പണ്ഡിതനായി. പക്ഷേ ഗസാലി ഇമാമിനെ പറ്റി നമ്മളൊക്കെ കേൾക്കുന്നത് ഒരു ആത്മീയ സൂഫിയായിട്ടാണ്, തസവ്വുഫിന്റെ ആളായിട്ടാണ് ഗസാലി ഇമാമിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണ് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു. കാരണം സാധാരണ നമ്മള് ദർസിലൊക്കെ ചെല്ലുമ്പോൾ അൽഫിയ ഓതുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായ മീസാനും ലഞ്ചാനും ഖത്തറിനൊക്കെ ഓതിയിട്ട് നെഹ്വ് ഗ്രാമർ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓതുന്ന കിതാബാണ് ഫത്ഹുൽ മുഈൻ, കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ആ ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയിട്ടുള്ളത് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തുഫ. ആ തുഫയിൽ നിന്നുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അതിൽ നിന്നുകൊണ്ടാണ് ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഫത്ഹുൽ മുഈൻ മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഫ ഉണ്ടാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട നവവി ഇമാമിന്റെ മിൻഹാജിൽ നിന്നുകൊണ്ടാണ്. നവവി ഇമാം മിൻഹാജ് ഉണ്ടാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട റാഫി ഇമാമിന്റെ മുഹറർ എന്ന് പറയുന്ന കിതാബിൽ നിന്നുകൊണ്ടാണ്. എന്നാലോ റാഫി ഇമാം മുഹറർ എന്ന് പറയുന്ന കിതാബ് ഉണ്ടാക്കിയിട്ടുള്ളത് മഹാനായ ലോകം കണ്ട വലിയ പണ്ഡിതനായ ഗസാലി ഇമാമിന്റെ വസീതും വജീസും നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഗസാലി ഇമാമിന്റെ പിതാവിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായി പിന്നീട് ഇങ്ങനെ ലോകത്തെ വിജ്ഞാനം അന്വേഷിച്ച് നടന്നു. ആത്മീയതയുടെ ഔന്നിത്യം നേടിയിട്ടുള്ള, ആത്മീയമായ ഉന്നത സോപാനങ്ങൾ കീഴടക്കിയ വിലായത്തിന്റെ വാക്താക്കളായ മഹാത്മാക്കളുടെ അടുക്കൽ ചെന്നുകൊണ്ട് വിജ്ഞാനം നുകർന്നപ്പോൾ വലിയ സൂഫിയായിട്ട്, അല്ലാഹുവിനെ അറിയുന്ന ആരിഫായിട്ട് മഹാനായ ഗസാലി ഇമാം മാറുകയാണ്. രണ്ടാമത്തെ മകൻ അഹ്മദ് എന്നവരായിരുന്നു. ഈ പിതാവ് ദുആ ചെയ്തതനുസരിച്ചുകൊണ്ട് വലിയ ഒരു വായതായിരുന്നു. വായദ് എന്ന് പറഞ്ഞാൽ വായദ് മുത്തഇദായിരുന്നു, പറയുന്നത് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഗസാലി ഇമാമിന്റെ സഹോദരനായിരുന്ന അഹ്മദ് എന്ന് പറയുന്ന മഹാത്മാവ് തബഖാത്തു ഷാഫിയത്തുൽ കുബ്ര എന്ന് പറയുന്ന കിതാബ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാവുന്നതാണ്. അപ്പോ മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ മക്കള് സ്വാലിഹീങ്ങളായിട്ട് വരും. അതേപോലെ തന്നെ
മക്കൾക്കെതിരായിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാലും തിരിച്ചും മക്കള് ചീത്തയായി മാറാൻ സാധ്യതയുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് മകനെ പറ്റി പരാതി പറഞ്ഞു. എന്റെ മകൻ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും വിപരീതമാണ് പറയുന്നത് എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം, ഹൽ ദഅഉത ഇലൈഹി, നീ നിന്റെ മകന് വേണ്ടിയിട്ട് എതിരായി എന്തെങ്കിലും പറയാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പൊ പറഞ്ഞു, എന്റെ മകൻ അനുസരണക്കേട് കാണിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് കേൾക്കാതാവുമ്പോ അവനെ ഇടയ്ക്ക് ഞാൻ ശപിച്ചു പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിന്റെ ശാപവാക്ക് കാരണമായിട്ടാണ് നിന്റെ മകൻ ഇങ്ങനെയായത്. എന്റെ ഒരു അനുഭവം ഞാൻ പറയാൻ, ഒരു പിതാവ് തന്റെ മകനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. മകൻ തർക്കുത്തരം പറഞ്ഞു, ഒറ്റ വർത്താനം, നീ വണ്ടി ഇടിച്ച് മരിക്കൂടാ. ഒരു പിതാവ് തന്റെ മകൻ അനുസരിക്കാതെ വന്നപ്പോ ആ മകനോട് പറഞ്ഞ വർത്താനമാണ്. രാവിലെ കട തുറക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകുന്ന സമയത്ത് ലോറിയുമായി കൂട്ടിയിടിക്കുന്നു, തൽക്ഷണം മരിക്കുന്നു. ആ മകന്റെ ചേതനയേറ്റ ശരീരത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ പിതാവ് വിലപിക്കുകയാണ്. താൻ പറഞ്ഞ വാക്കിനെ ഓർത്തുകൊണ്ട് കുണ്ഠിതപ്പെട്ടിട്ട് പിന്നെ എന്ത് കാര്യമാണുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോ പറഞ്ഞു മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അതല്ലാതെ ഒരിക്കലും ശാപവാക്ക് പറയരുത്. മാതാപിതാക്കളുടെ ദുആ സ്വീകരിക്കുമെന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. രണ്ടാമത് ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് ഹലാലായ ഭക്ഷണം കൊടുക്കുക. നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. കാരണം വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണത്. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ കുലൂ മിൻ ത്വയ്യിബാതി ഹലാലൻ ത്വയ്യിബാ വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. യാ അയ്യുഹർ റസൂൽ, പ്രവാചകന്മാരെ, അല്ലാഹുവിന്റെ അമ്പിയാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, കുലൂ മിൻ ത്വയ്യിബാതി ഹലാലൻ ത്വയ്യിബാ. നിങ്ങൾ ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുക, സംശുദ്ധമായ ഭക്ഷണം കഴിക്കുക. മറ്റുള്ളവരെ പറ്റിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹറാമായ രൂപത്തിലുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്. നിങ്ങൾ ഹലാലായത് മാത്രം കഴിക്കണേ. വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. നിങ്ങൾ സ്വാലിഹീങ്ങളിൽ പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അറിയുന്നവരാണ്. ഈ ആയത്തൊക്കെ ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. റസൂലുള്ള പിന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഓരോ ഭക്ഷണം വരുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് ഹലാലാണോ ഹറാമാണോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ആ സമയത്താണ് മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഉമ്മു അബ്ദില്ല എന്നവര് റസൂലുള്ളാഹി തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയക്കുകയാണ്. ഒരു സഹാബി കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ അടുക്കൽ കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഇത് എവിടെ നിന്നാണ്? അപ്പൊ പറഞ്ഞു, ശദ്ദാദ് ഇബ്നു ഔസിന്റെ സഹോദരിയായ ഉമ്മു അബ്ദില്ല തന്നതാണ് നബിയേ. അവർക്ക് എവിടെ നിന്നാണ് ഈ ഭക്ഷണം കിട്ടിയത് അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. ഉമ്മു അബ്ദില്ലയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്നുകൊണ്ട് വാങ്ങിയ ആടാണ്. ആ ആടിന്റെ ഭക്ഷണമാണ്, ആടിന്റെ പാലാണ് അങ്ങേക്ക് കൊടുത്തയച്ചിട്ടുള്ളത് നബിയെ. അധ്വാനിച്ച മുതലാണ് എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ട് അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് ഞാൻ കൊടുത്തയച്ച ഭക്ഷണം കഴിക്കാതെ എന്റെ അടുക്കലേക്ക് ആളയച്ചപ്പോ എനിക്കത് വിഷമമായി നബിയേ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ആയത്ത് ഓതി കൊടുക്കുകയാണ്, യാ അയ്യുഹർ റസൂൽ കുലൂ മിൻ ത്വയ്യിബാതി ഹലാലൻ ത്വയ്യിബാ. അല്ലാഹു തആല പ്രവാചകന്മാരോട് പ്രത്യേകമായിട്ട് ഹലാലായ ഭക്ഷണം കഴിക്കണമെന്ന്, ഭക്ഷണം കിട്ടുമ്പോ അത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്നുണ്ട്, അന്നൽ ഹലാല ഔലു അമലി സ്വാലിഹ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹലാലായ ഭക്ഷണം കഴിച്ചാൽ അയാൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ ഹറാമായത് കഴിച്ചാൽ അയാൾക്ക് ഹലാലായ നല്ല കാര്യങ്ങൾ, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അയാൾക്ക് മടി തോന്നുമെന്ന് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇനിയോ പ്രവാചകന്മാരോട് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്, രണ്ടാമത് അല്ലാഹു തആല മുഅ്മിനീങ്ങളായ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. അല്ലാഹു യാ അയ്യുഹർ റസൂൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നിങ്ങൾ നല്ല സംശുദ്ധമായ ഭക്ഷണങ്ങൾ മാത്രം നിങ്ങൾ കഴിക്കുക. വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ നന്ദി ചെയ്യുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളാകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹലാലായ ഭക്ഷണം കഴിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങളെ മാത്രം വിളിച്ചുകൊണ്ട് പറയുകയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ നോക്കിയാൽ, സൂറത്തുൽ ബഖറ നോക്കിയാൽ കാണാം, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ വിളിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരോടും പറഞ്ഞതും ഇത് തന്നെയാണ്. നല്ലത് മാത്രം നിങ്ങൾ കഴിക്കുക, നല്ലത് മാത്രം നിങ്ങൾ കഴിക്കുക. യാ അയ്യുഹന്നാസ്, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നിങ്ങൾ നല്ലത് മാത്രം കഴിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ ഗൗരവത്തെ പറ്റിയിട്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നുണ്ട്, ത്വലബുൽ ഹലാലി ഫരീദത്തുൻ ബഅദൽ ഫരീദ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ ഹദീസ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇതിനോട് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സ്ഥലത്തൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഫർദ് നമസ്കരിക്കുന്നതിന് ശേഷം ഫർദായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബഅദൽ ഫരീദ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ത്വലബുൽ ഹലാലി, നിങ്ങൾ ചെയ്യേണ്ടത് ഹലാലായ ഭക്ഷണം അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹലാലായതായിരിക്കണം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണവും, അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടതും അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലാഹ ത്വയ്യിബുൻ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബാണ്, സംശുദ്ധമായവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ ത്വയ്യിബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായതല്ലാതെ ഒന്നും സ്വീകരിക്കുകയില്ല. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ചരിത്രം പറയുകയാണ്. സുമ്മ ദക്കറ റജുൽ, ഒരു മനുഷ്യനുണ്ടായിരുന്നു, യുബത്തിലു സഫറ, അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ആത്മീയമായ യാത്ര നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു. അശ്വസ അഗ്ബറ, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ നടന്നിട്ട് ആത്മീയമായ ചിന്തയിൽ വസ്ത്രങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാതെ വസ്ത്രമൊക്കെ മുഷിഞ്ഞു, അദ്ദേഹത്തിന്റെ മുടികളെല്ലാം ജടപിടിച്ചു. അങ്ങനെ അല്ലാഹുവിനെ പറ്റി മാത്രമുള്ള ചിന്തയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യമുദ്ദ യദൈഹി ഇലസ്സമാ, അദ്ദേഹം രണ്ട് കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. യാ റബ്ബി, എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ അയാളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്തു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിന്റെ ദുആഇനെ ഞാൻ സ്വീകരിക്കില്ല. നബി തങ്ങൾ പറയുകയാണ്, അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇതിനെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്. കാരണം പറയുന്നു, മതഅമുഹു ഹറാം, നീ കഴിച്ച ഭക്ഷണം ഹറാമാണ്, അശ്റബുഹു ഹറാം,
നീ കുടിക്കുന്ന വെള്ളം എല്ലാം ഹറാമാണ്. അതുപോലെ നീ താമസിക്കുന്നതെല്ലാം ഹറാമാണ്. മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയത് അല്ലെങ്കിൽ നിനക്ക് അവകാശപ്പെടാത്തത്, അതുകൊണ്ടാണ് നീ കഴിക്കുന്നതും കുടിക്കുന്നതും താമസിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് നിന്റെ ദുആഇനെ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് ആ മനുഷ്യനോട് പറയുമെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും എന്നുള്ള ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും നല്ലതായിരിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത ഇംറിഇൻ ഫീ ജൗഫിഹി ഹറാം. ഒരു മനുഷ്യന് ഹറാമായത് ഭക്ഷിച്ചു, ഹറാമായത് കുടിച്ചു, ഹറാമായതുമായിട്ട് അയാൾ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവന്റെ ഇബാദത്തുകളെ ഒന്നും സ്വീകരിക്കുകയില്ല എന്ന മഹാനായ ലോകം കണ്ട ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെയധികം ഗൗരവത്തോടെ ആ വിഷയം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കുന്നതോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഹലാലായത് കൊടുത്തില്ലെങ്കിൽ ആ മക്കൾ വളർന്നു വരുമ്പോൾ മോശമായി വരുമെന്ന് മഹാനായ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കൾ നല്ല ജീവിതം നയിക്കുക. വടി വളർന്നു കഴിഞ്ഞാൽ നിഴലിനും എന്തുണ്ടാകും? വളവുണ്ടാകും. അതുകൊണ്ട് മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ് മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ നന്നാകേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ഒരു മനുഷ്യൻ വന്നു. അയാളുടെ പരാതി തന്റെ മകനെ കുറിച്ചുള്ള വേവലാതിയായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഹ്ഫദു ബിർറജുലി സ്വാലിഹി വലദഹു വലദ വലദിഹി. ഒരാൾ നന്നായി കഴിഞ്ഞാൽ അയാളുടെ മകൻ നന്നാകും, അയാളുടെ മകന്റെ മകൻ നന്നാകും എന്ന് മഹാനായ ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ വലദു അലാ സിരി എന്ന് പറഞ്ഞിട്ട് ഇത് അദ്ദേഹത്തിന്റെ വകയായി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ നന്നായാലേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മഹാനായ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു നാട്ടിലെത്തി. ആ നാട്ടുകാര് യാതൊരു വിധത്തിലുള്ള സഹകരണവും ഇല്ലാതെ അവരെ ഉപദ്രവിച്ച സമയത്ത് ആ നാട്ടിൽ കിടന്ന ഒരു ഭൂമി, ആ ഭൂമിക്ക് ചുറ്റും മഹാനായ ഖദർ നബി അലൈഹി സ്വലാം മതിൽ കെട്ടിയിട്ട് സംരക്ഷിക്കുന്നത് കണ്ടപ്പോ എന്താണ് ഇതിന്റെ പ്രത്യേകമായ കാരണമെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഇത് രണ്ട് മക്കളുടെ ഭൂമിയാണ്. ആ മക്കളുടെ പിതാവ് നല്ല ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മഹാനായ ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിനെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുർ റാസിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു പിതാവ് നന്നായി കഴിഞ്ഞാൽ ആ പിതാവിന്റെ അദ്ദേഹത്തിന്റെ മകൻ നന്നാവാൻ സാധ്യതയേറെയാണ്. ആ മകനിലൂടെ വരുന്ന സന്താനവും ആ സന്താനവും നന്നാകാൻ സാധ്യതയേറെയാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇപ്പോ വഖഫിന്റെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, മുനമ്പത്ത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവരായ പല ആളുകളും ആ സ്ഥലം വാങ്ങി പെട്ടുപോയവരവരിലുണ്ട്, ചതിക്കപ്പെട്ടുപോയവരാണ് അതിൽ പല ആളുകളും. പാവങ്ങളായ ആളുകൾ അതിൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ട് ഹറാമായ മുതൽ കൈക്കലാക്കിയ പല ആളുകളുമുണ്ട്. ഈ സമയത്ത് വഖഫിന്റെ ചരിത്രങ്ങൾ പറയുമ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ഒരു പ്രഭാഷണം ഒരു ദിവസം ആ വിഷയം തന്നെ എടുത്തുകൊണ്ട് നമ്മൾ സംസാരിച്ചതാണ്. വഖഫുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത്
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജാമിയ അൽ ഖറാമിനിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. ആരാണത് പണിതതെന്നറിയുമോ? ഫാത്തിമ ഫിഖ്രിയ എന്ന് പറയുന്ന ഒരു മഹദിയാണ് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്. ആഫ്രിക്കയിലെ അൽ ഖൈറുവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച, ക്രിസ്തുവർഷം 878 കാലഘട്ടത്തിൽ ജീവിച്ച ഈ സഹോദരി, അവരുടെ പിതാവ് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന നല്ല സ്വാലിഹായ ഒരു വ്യക്തിയായിരുന്നു. 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഫാത്തിമ ഫിഖ്രിയ, രണ്ടാമത്തെ മകൾ ഫാത്തിമ മറിയം. അങ്ങനെ ഹിജ്റ 245 ഇവരവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ഇവരെ നല്ല ഒരു ധനാഢ്യനായ സ്വാലിഹായ വ്യക്തിയാക്കിയായിരുന്നു കച്ചവടക്കാരനായ പിതാവ് വിവാഹം കഴിച്ചു കൊടുത്തത്. പിതാവും ഭർത്താവും പെട്ടെന്ന് മരിച്ചു. ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേ അവര് ചിന്തിച്ചു, എനിക്ക് ഉപകാരപ്പെടുന്ന, നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും എനിക്ക് വേണമല്ലോ. അങ്ങനെ അവരുടെ മുതൽ അവർ വഖഫ് ചെയ്യുകയാണ്. അവിടെ ഒരു വലിയ പള്ളി ഉണ്ടാക്കുകയാണ്. തൻ്റെ ഭൂമിയിൽ നിന്ന് മാത്രമുള്ള മണ്ണും കല്ലും മാത്രമേ എടുക്കാവൂ, പുറത്തു നിന്നും ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ 18 വർഷം കൊണ്ട് അവരവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. ആ പള്ളിയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായി ജാമിയ അൽ ഖറാമിനിയ എന്ന് പറയുന്ന ആ വലിയ സ്ഥാപനം അവിടെ ഉണ്ടാകുന്നത്. അപ്പോ വഖഫിന്റെ ചരിത്രങ്ങൾ പറയുന്ന സ്ഥലത്ത് അത് നമുക്ക് ഇത് ഈ സുന്ദരമായ ചരിത്രം നമുക്ക് കാണാം. ആദ്യമായിട്ട് ആ സഹോദരി ഇത്രയും വലിയ ഒരു സംരംഭം ദീനിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്യുമ്പോൾ അതിന് കാരണമായിരുന്നത് തൻ്റെ പിതാവ് പഠിപ്പിച്ച ആത്മീയമായ ശിക്ഷണമായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നല്ലതാണെങ്കിൽ മക്കൾ നന്നായി വരും. അതേപോലെ തന്നെ അടുത്തതായിട്ട് മക്കൾ നന്നാകാൻ വേണ്ടി ഇമാമിയങ്ങൾ പറയുന്നത് അദബ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. മക്കൾക്ക് ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് അദബാണ്, മര്യാദയാണ് പഠിപ്പിക്കേണ്ടത്. കാരണം അസ്വലാഹു മിനല്ലാഹി, സ്വലാഹ് വിജയം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ വൽ അദബുൽ മിനൽ അബാ, മര്യാദ അദബ് എന്ന് പറയുന്നത് അത് മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്നതാണ്. മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെയാണ് മൂത്തവരെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ഉസ്താദുമാരെ ബഹുമാനിക്കേണ്ടത്, സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണ്, സമൂഹത്തോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങളും മാതാപിതാക്കൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് കുട്ടിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അത് മര്യാദയാണ്, അദബ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പിതാവ് വന്ന് സങ്കടം പറഞ്ഞു, തന്റെ കുട്ടി അനുസരിക്കുന്നില്ല. അതാ വലതി, എന്റെ മകനാണ്, ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, അവൾക്കിനി എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് കുട്ടി ചോദിക്കുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഒരു കുട്ടിയോട്, ഒരു സന്താനത്തോട് പിതാവിന്റെ മാതാപിതാക്കൾക്കുള്ള കടമ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അമാലിൽ ഇബ്നി വാലിദിഹി ഹഖ്ഖുൻ എന്ന് ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നാമതായിട്ട് അയ്യസ്തൻജിബ ഉമ്മഹു, നല്ല ഒരു മാതാവിനെ സമ്മാനിക്കുക എന്നുള്ളതാണ്. നമ്മള് മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാരക്കും, അല്ലെങ്കിൽ മക്കൾ പിഴച്ചുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുണ്ഠിതപ്പെടും, സങ്കടപ്പെടും. എന്നാൽ ആ സമയത്ത് ചിന്തിക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാക്കാണ്, നല്ല ഒരു ഉമ്മയെ കൊടുക്കുക. കാരണം ഒരു വേശ്യയായ മാതാവാണെങ്കിൽ, അല്ലെങ്കിലോ മോശപ്പെട്ട ഒരു സ്വഭാവമുള്ള സ്ത്രീയാണെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോ മോശപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. രണ്ടാമത് പറഞ്ഞു, നല്ല ഒരു പേര് നിന്റെ കുട്ടിക്കിടുക. പലപ്പോഴും പേരുകള്, ഇന്നത്തെ നമ്മുടെ മക്കളുടെയൊക്കെ പേര് കേട്ടാല് സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പണ്ട് മോശപ്പെട്ട പേര് തന്നെ ഇടുക. ഇന്നങ്ങനെ ഇന്ന് ആദ്യം തന്നെ മുഹമ്മദ് എന്നിടും. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു സഹോദരൻ കണ്ടപ്പോൾ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു ദിലീപ് എന്നാണെന്ന് പറഞ്ഞു.
അപ്പോൾ പള്ളിയിലാണ് കണ്ടത്. പള്ളിയിൽ അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം, ഇത് മുസ്ലിമായ സഹോദരൻ പള്ളിയിൽ വന്നതാണ്, നമ്മുടെ സഹോദരൻ മതസ്ഥനായിരിക്കുമെന്ന് കരുതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ മുഹമ്മദ് ദിലീപ് എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മുഹമ്മദ് ദിലീപ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വാപ്പിട്ടൊന്നല്ല കേട്ടോ, അത് ഞാനായിട്ട് വിട്ടേക്കണാണ്. കാരണം എല്ലായിടത്തും ചെല്ലുമ്പോൾ എന്നിങ്ങനെ എല്ലാവരും നോക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയും മുഹമ്മദ് ദിലീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്കൊക്കെ പേരിടുമ്പോൾ പേര് നന്നാവണം, അതിന് ബറക്കത്തുണ്ടാകുമെന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും പേരിടുമ്പോൾ പണ്ടൊരാളുടെ പേര് ബാബ എന്നായിരുന്നു, ഭാര്യയുടെ പേര് സൂറ എന്നായിരുന്നു. അപ്പോൾ രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് ഇട്ടു ബാസൂറ എന്നങ്ങോട്ട്. ബാസൂറ എന്ന് പറഞ്ഞാൽ മൂലക്കുരുന്നാണ്. അപ്പോൾ ഇതേപോലെ ആ പേര് ആദ്യം മുഹമ്മദും അബ്ദുള്ളയൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ ഓരോ പേര് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയാണ്, രണ്ടാമതായിട്ട് നല്ല പേര് ഇടണം. അതേപോലെ മൂന്നാമത് വയുഅല്ലിമുഹുൽ കിതാബ്, മക്കളെ അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോ ആ കുട്ടി പറയുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ പിതാവ് ഈ മൂന്നും എനിക്ക് നൽകിയിട്ടില്ല. എൻ്റെ മാതാവ് താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു നല്ല സ്ത്രീ ആയിരുന്നില്ല. എൻ്റെ മാതാവ് മോശപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ, മോശപ്പെട്ടവരെ നമ്മൾ കല്യാണം കഴിച്ച നാളെ നമ്മുടെ മക്കള് ആ മാതാപിതാക്കളുടെ പേരിൽ, ആ ഉമ്മയുടെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ വരും. അവർക്ക് എവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആരുടെ മോളാണെന്ന് ചോദിക്കുന്ന സമയത്ത്, ആരുടെ മോനാണെന്ന് ചോദിക്കുമ്പോൾ ഇന്നയാളുടെ മകൻ എന്ന് പറയുമ്പോൾ ചിരിക്കും അവരെ. അപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് തൻ്റെ മാതാവ് മോശക്കാരനാണെന്ന്, പിതാവ് മോശക്കാരനാണെന്ന് അറിയുമ്പോൾ അവർക്ക് വലിയ സങ്കടമുണ്ടാകും. അപ്പൊ റളിയല്ലാഹുവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് അങ്ങനെയുള്ള ഒരു സ്ത്രീയല്ല. രണ്ടാമതേത് നല്ല പേരിടണമെന്ന് പറഞ്ഞു. എൻ്റെ പേരിന്റെ അർത്ഥം വവ്വാൽ എന്ന പേര് അർത്ഥമുള്ള പേരാണ് എനിക്ക് എൻ്റെ പിതാവ് ഇട്ടിട്ടുള്ളത്. മൂന്നാമത് വയുഅല്ലിമുഹുൽ കിതാബ്, എൻ്റെ പിതാവ് എനിക്ക് ഒരു ഇൽമും ഒന്നും അറിവൊന്നും പഠിപ്പിച്ചു തന്നില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സങ്കടപ്പെടുകയാണ്. ഇബ്നു ഖല്ലിക്കാൻ അദ്ദേഹത്തിന്റെ വഫയാത്തുൽ അഹ്യാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയുകയാണ്. ദീനിയായ വിജ്ഞാനം മക്കൾക്ക് കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട്. മദീനയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഹർറൂഫ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നാടുവിട്ട് കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. ഭാര്യ ഗർഭിണിയാണ്. അദ്ദേഹം 30,000 വെള്ളി നാണയം ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറയുന്നു, മക്കള് സ്വാലിഹീങ്ങളാകാൻ വേണ്ടിയിട്ട് നീ അവരെ കൊണ്ടുപോയി, എൻ്റെ മകൻ സ്വാലിഹാകാൻ വേണ്ടിയിട്ട് ആ മകനെ കൊണ്ടുപോയി നീ എവിടെയെങ്കിലും ചേർക്കണം, മകനെ ഇൽമു പഠിപ്പിക്കണം. അങ്ങനെ അദ്ദേഹം യാത്ര പോയി. 27 വർഷം കഴിഞ്ഞിട്ടാണ് ഇബ്നു ഖല്ലിക്കാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, 27 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പിതാവ് തിരിച്ചു വരുന്നത്. വീട്ടിൽ അന്വേഷിച്ച് വീട് കണ്ടെത്തി വരുമ്പോ ഒരു അപരൻ അവിടെ കാണുകയാണ്, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങളാരാണ്? ഇതെന്റെ വീടാണ്, ഇതെന്റെ വീടാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അപ്പോഴാണ് അകത്തു നിന്നുകൊണ്ട് ആ വീട്ടിൽ നിന്നുകൊണ്ട് സ്ത്രീ വന്നുകൊണ്ട് പറയുന്നത്, മോനെ ഇത് നിന്റെ പിതാവാണ്, വഴക്കടിക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ പിതാവ് വന്നപ്പോ തന്നെ ചോദിക്കാണ്, ഞാൻ നിന്നെ ഏൽപ്പിച്ച 30,000 വെള്ളി നാണയം എവിടെയാണ്? ഭർത്താവിനോട് പറഞ്ഞു, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നിങ്ങൾ കുളിച്ച് മദീനത്ത് പോയി നിസ്കരിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. മദീനത്തെ പള്ളിയിൽ ചെന്നപ്പോ വീട്ടില് കണ്ട ചെറുപ്പക്കാരൻ അവിടെ വലിയ ദർസ് നടത്തുകയാണ്. മദ്ഹബിന്റെ ഇമാമായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ദർസ് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ആ സമയത്ത് ഹറൂഫ് എന്ന് പറയുന്ന ആ വ്യക്തി ചെന്നുകൊണ്ട് വീട്ടിൽ വന്ന് ഭാര്യയോട് ചോദിച്ച സമയത്ത് പറയുകയാണ്, നിങ്ങളുടെ മകൻ ഇന്ന് മദീനയിലെ മുദരിസാണ്. വർഷങ്ങൾക്ക് മുമ്പ് 27 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ നിങ്ങൾ ഏൽപ്പിച്ചു പോയ ആ മകനെ ഞാൻ ഇൽമു പഠിപ്പിച്ചു. അദ്ദേഹമാണ് പ്രശസ്തനായ പണ്ഡിതനായ റബീഅത്തുൽ റൈദ് എന്ന് പറയുന്ന മാലിക് ഇമാമിന്റെ ഉസ്താദായി മാറിയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ശിശുദിനത്തോടനുബന്ധിച്ച ഈ സമയത്ത് നമ്മൾ ശിശുദിനം ആചരിക്കുമ്പോൾ മക്കളെ പറ്റിയിട്ട്, മക്കളെ നന്നാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മക്കൾ സ്വാലിഹീങ്ങളായി തീരണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. ഒന്നാമതായിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. രണ്ടാമതായിട്ട് ഹലാലായ ഭക്ഷണം മക്കൾക്ക് നൽകുക. അതേപോലെ തന്നെ മാതാപിതാക്കൾ, മൂന്നാമതായിട്ട് മാതാപിതാക്കൾ നമ്മൾ നന്നാവുക, അപ്പോഴാണ് നമ്മുടെ മക്കൾ നന്നാവുക. അതേപോലെ തന്നെ പറയാനുള്ളത്
മക്കൾക്ക് അതവ് പഠിപ്പിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ മക്കൾക്ക് ദീനിയായ വിജ്ഞാനം കൂടി, ഭൗതിക വിദ്യ നമ്മൾ കൊടുക്കണം. ഭൗതിക വിദ്യയ്ക്ക് ഇന്നൊരു കുറവില്ലല്ലോ. പക്ഷെ അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ, രണ്ടും കൂടി നൽകിയിട്ട് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. 954 സാർവത്രിക ശിശുദിനം നവംബർ 20 ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ ഇന്ത്യയില് നവംബർ 14 നമ്മുടെ കുട്ടികളോട് വലിയ സ്നേഹമുണ്ടായിരുന്ന ചാച്ചാ നെഹ്റുവിന്റെ, ജവഹർലാൽ നെഹ്റുവിന്റെ ചാച്ചാജി എന്ന് വിളിക്കുന്ന ആ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ശിശുദിനമായിട്ട് കൊണ്ടാടുമ്പോൾ മക്കളോട് സ്നേഹം കാണിക്കുക. അത് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നമ്മുടെ സ്വന്തം മക്കളാണെങ്കിലും. കാരണം ഈ അടുത്തൊരു മതപഠനശാലയിൽ ഇസ്തിരിപ്പെട്ടുകൊണ്ട് കുട്ടി പഠിക്കുന്ന മുതല്യമായ കുട്ടിയെ പൊള്ളിച്ച കിരാതമായ വാർത്ത നമ്മുടെ ഈ കേരളക്കരയിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. മക്കളെ അടിക്കാം, പക്ഷേ ആ അടിക്കുമ്പോൾ അതിര് കടക്കരുത്, അവരെ ശിക്ഷിക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു മാതൃകയുണ്ട്. ഇമാമിയങ്ങൾ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അതിനെ കടന്നുകൊണ്ട് മക്കളെ ഉപദ്രവിച്ചാൽ, മക്കളെ ചീത്ത പറഞ്ഞാൽ ഒരിക്കലും ആ മക്കൾ നന്നാവില്ല, നമുക്കെതിരായിട്ടാണ് വരിക എന്നുള്ള കാര്യം കൂടിയിട്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് വളരെ കാരുണ്യം കാണിച്ചവരായിരുന്നു. ഇന്ന് ചില പള്ളികളിലൊക്കെ എഴുതി വെച്ചതായി കാണാം, കുട്ടികളെ പ്രവേശിപ്പിക്കരുത് എന്ന്. വളരെ ചെറിയ കുട്ടികളെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ നിസ്കാരമൊക്കെ ചിലപ്പോൾ ബാധ്യതയായിപ്പോ, അല്ലെങ്കിൽ ചിലപ്പോൾ പള്ളിയിൽ മൂത്രയ്ക്കാൻ സാധ്യത. പക്ഷേ ഒരല്പം വകതിരിവുള്ള കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് കരുതിയിട്ട് അതിനെ നമ്മൾ നിരസിക്കരുത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ സുജൂദ് ചെയ്യുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പ്രവാചകരുടെ അവിടുത്തെ മുതുകിൽ കയറിയിരിക്കുമായിരുന്നു. നബി തങ്ങൾ സുജൂദിൽ നിന്നുകൊണ്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ആ മക്കൾ ഇറങ്ങിയതിന് ശേഷമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നത്. കുട്ടികളോട് കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് മക്കളോടും പഠിപ്പിക്കുന്നവരോടും നാട്ടിലുള്ള മുഴുവൻ കുട്ടികളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.